ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് കേട്ടോ. എന്നെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും നല്ലൊരു ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒക്കെ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് പോലൊക്കെ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലവരൊക്കെ ചിലവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് സമയദോഷം അല്ലെന്നുണ്ടെങ്കിൽ ഭാഗ്യം കെട്ടവര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിലും അതൊക്കെ സത്യമാണ്. അപ്പോൾ ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങൾ പറഞ്ഞു പറഞ്ഞെങ്കിൽ എൻ്റെ അമ്മയുടെ ലൈഫ് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ അമ്മയിൽ കൂടിയാണല്ലോ എനിക്കിങ്ങനെ സംഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ പാവ ഒരു സ്ത്രീയാട്ടോ. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജനിച്ചു വളർന്ന അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ അഞ്ചാങ്ങളമാരുടെ 2 സഹോദരിമാരിൽ ഏറ്റവും ഇളയ സഹോദരിയായിട്ടാണ് എൻ്റെ അമ്മ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളിച്ച് കൊഞ്ചിച്ച് സ്നേഹിച്ച് ഒരുപാട് ഫ്രീഡമൊക്കെ കിട്ടി വളർന്ന ഒരു അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അധികം പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല, ഉമ്മറത്തോട്ട് വരാൻ പാടില്ല, ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ നിന്ന് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് എൻ്റെ അമ്മയും ജീവിച്ചത്. പക്ഷേ എങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ചേച്ചിക്കില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക്, അതായത് അമ്മയുടെ ചേച്ചിക്ക് അത്ര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. എങ്കിലും അമ്മ ഏറ്റവും ഇളയ ഒരു സഹോദരി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടെ അത്ര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിൽ ഒരു എഴുത്തിനൊക്കെ ഇരുത്തുന്ന ആളായതുകൊണ്ട് നാട്ടിൽ ഒരു കൊച്ചറിയപ്പെടുന്ന ഒരു പ്രമാണിയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ അന്നത്തെ കാലത്ത് കുറേ പറമ്പും കാര്യങ്ങളും കൃഷിക്കാരും അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് ജീവിച്ചു വന്നൊരു ഫാമിലിയിലാണ് എൻ്റെ അമ്മ ജനിച്ചു വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കല്യാണപ്രായമായപ്പോൾ എൻ്റെ അമ്മയെ കെട്ടിച്ചു വിടുന്ന ആ ഒരു ചുറ്റുപാടൊക്കെ വന്നപ്പം ആലോചനകൾ പല വഴിക്കും വരുന്നുണ്ട്. അപ്പോൾ ആലോചനകളൊക്കെ വന്ന കൂട്ടത്തിൽ ഒരു ബന്ധം ഇവർ ഉറപ്പിച്ചു. ചെറുക്കൻ നല്ലൊരു പയ്യൻ, അത്യാവശ്യം ജോലിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ലൊരു പയ്യൻ. അപ്പോൾ അമ്മയെ കെട്ടിച്ചു വിടാനുള്ള ആ ഒരു ഇട്ടാവട്ടങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കിയൊക്കെ തുടങ്ങി. ഭയങ്കരമായിട്ടും കല്യാണത്തിൻ്റെ പോകുമ്പോൾ ഒക്കെ തുടങ്ങി ഭയങ്കര ബഹളമൊക്കെ ആഡംബരവും ചടങ്ങുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഒരു 3 ദിവസം കതിർമണ്ഡപം, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആറുകാലിപ്പന്തൽ എന്നൊക്കെ പറയുന്നുള്ളവർക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കും അറിയത്തില്ല, കേട്ടുകേഴ്വി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ കല്യാണത്തിന് 3 ദിവസം ആറുകാലിപ്പന്തലൊക്കെ ഇട്ട് എന്താ പറയുക മൈക്കുമൊക്കെ വെച്ച് ഭയങ്കര ആഡംബരമായിട്ടൊരു കല്യാണം നടത്തുകയാണ് എൻ്റെ അമ്മയെ കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ കെട്ടിക്കൊണ്ട് പോകുന്നത് ഗൾഫിലുള്ളൊരു പയ്യൻ, ഗൾഫിൽ ജോലിയുള്ള, അന്നത്തെ കാലത്ത് ഗൾഫുകാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ ഒരു പയ്യനാണ് എൻ്റെ അമ്മയെ കെട്ടാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ ഭയങ്കര പൊടി പൊടിച്ച് നിൽക്കുന്ന സമയം, കല്യാണ തലേ ദിവസം, അപ്പം ഞാൻ ജനിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണിത്. കല്യാണ തലേ ദിവസം എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു വണ്ടി പോലീസാണ് വരുന്നത്. എൻ്റെ അമ്മ പറഞ്ഞുള്ള കഥയാണിത് കേട്ടോ. ഇത് അമ്മയ്ക്കല്ലേ സത്യം അറിയത്തുള്ളൂ, അത് അമ്മ പറഞ്ഞ കഥയാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോഴ് ഒരു വണ്ടി പോലീസ് വരുന്നു. അങ്ങനെ മുത്തശ്ശനുമൊക്കെ ആയിട്ട് വന്ന് സംസാരിക്കുന്നു, ഈ കല്യാണം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി എന്താന്ന് പറഞ്ഞാൽ അമ്മ മോതിരം ഇട്ട വ്യക്തി മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ കല്യാണം പിന്നെ നടക്കത്തില്ലല്ലോ. പക്ഷെ ഈ ഇത്രയും ചടങ്ങുകൾ ആൾക്കാരെ ക്ഷണിക്കുകയൊക്കെ ചെയ്തെടുത്ത്, അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം ഇനിയിപ്പോൾ കല്യാണം ഒന്നും നോക്കണ്ട, എന്നെങ്കിലും ഒരു നല്ല ബന്ധം വരുമ്പോൾ നമുക്കത് ഒരു മോതിരം ഇട്ട് നമുക്ക് നടത്താം. അങ്ങനെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ മുത്തശ്ശനോട് ആങ്ങളമാരോടും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞൊന്ന് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അമ്മാവൻ, അതായത് അമ്മയുടെ ആങ്ങള, കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അടൂരിന്ന്. അപ്പം ആ അടൂരിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കല്യാണത്തിന്, അവർ തലേദിവസം അവിടെ ഉണ്ട്. അപ്പം ആ കൂട്ടത്തിലാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അമ്മ പറഞ്ഞു,
എന്തായാലും എൻ്റെ മോനെയും കൊണ്ട് ഇവളെ കെട്ടിക്കാം, കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ട് ചെറുക്കനെ പറ്റി അന്വേഷിക്കാനോ ചെറുക്കൻ്റെ കാര്യങ്ങൾ അറിയാനോ ചെറുക്കൻ്റെ വീടിനെ പറ്റി ഒന്നും ചിന്തിക്കാനുള്ളൊരു സമയം അപ്പോഴും അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കല്യാണം നടത്തണം എന്നുള്ളൊരു വാശി അമ്മാവന്മാർക്കും എൻ്റെ അപ്പൂപ്പനും, അതായത് അമ്മയുടെ അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ടും ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. ആ രാത്രി തന്നെ പോയിട്ട് എൻ്റെ ഒരു മാമൻ പോയിട്ടാണ് എൻ്റെ അച്ഛനെ പോയി പൊക്കിക്കൊണ്ട് വരുന്നത്. പൊക്കിക്കൊണ്ട് വന്നാണ് രാവിലെ തന്നെ കല്യാണ ഡ്രസ്സൊക്കെ എടുത്ത് ചെറുക്കനെ പന്തലിൽ കൊണ്ടുവരുമ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കാണുന്നത് തന്നെ. പന്തലിൽ ചെറുക്കൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് പെണ്ണ് വരുമ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കാണുന്നത്. അതുവരേക്കും എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ജനിക്കേണ്ടവളാന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ ഒരു വിവാഹത്തിന് തയ്യാറായതും കല്യാണം നടത്തി എൻ്റെ അമ്മയെ കൊണ്ടുവന്നത്. അന്ന് എൻ്റെ അമ്മയെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ടെമ്പോ നിറച്ച് വെങ്കല പാത്രങ്ങൾ, അന്നൊക്കെ വെങ്കല പാത്രമാണ് കല്യാണത്തിന് ഏറ്റവും വലിയ ഒരു സ്ത്രീധനമായിട്ട് കൊടുക്കല്. വസ്തുവകകള്, വെങ്കല പാത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ വെങ്കല പാത്രങ്ങൾ അന്ന് കൊടുക്കണം, അതാണ് മെയിൻ. അപ്പോൾ ഒരു ടെമ്പോ നിറച്ചുണ്ട്, ലോറി കണക്കിനുണ്ട് എന്നൊക്കെ അമ്മ പറയുന്ന കേൾക്കാം. അതുപോലെ വെങ്കല പാത്രങ്ങൾ, അന്നത്തെ കാലത്ത് 15 പവൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, ഭയങ്കര വിലയുള്ള സമയമാണ്. അന്ന് 15 പവൻ്റെ സ്വർണവും 1 ഏക്കർ സ്ഥലവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്താണ് എൻ്റെ അമ്മയെ കെട്ടിച്ച് വിട്ടത്. ഇന്ന് ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിൽ, എൻ്റെ അമ്മ താമസിക്കുന്നത് വാടക വീട്ടിൽ. ജീവിതം നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല നിൽക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതൊന്ന്, ഈശ്വരൻ നടപ്പാക്കുന്നത് മറ്റൊന്ന്, ഉറപ്പായിട്ടും. കാരണം ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ വെങ്കലപാത്രങ്ങളും സ്വർണ്ണാഭരണ വിഭൂഷയൊക്കെ ആയിട്ട് നല്ല കല്യാണ സാരിയൊക്കെ ഉടുത്ത് നല്ല മന്ത്രകോടിയിലൊക്കെ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് കയറിയത് വലതുകാല് വെച്ച്. പക്ഷെ അനുഭവങ്ങളുടെ ചൂളകളോ അതികഠിനമായിരുന്നു. അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനുമൊക്കെ ഒരുപാട് മരണത്തെ പലപ്പോഴും അമ്മ ആശ്രയിച്ചിരുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജനിച്ചതിന് ശേഷം ഉണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനൊന്നും ആകേണ്ടതല്ല. ഇനിയുമുണ്ട് ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാൻ. ഇത് എൻ്റെ അമ്മയെ കൊണ്ടുവന്ന കഥ മാത്രമല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതകഥ, എൻ്റെ അമ്മയുടെ ജീവിതകഥ ഒക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ഇങ്ങനൊരു കഥ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എന്നെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളവരോടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കഥയായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.